പോളിയോ ബാധിച്ച കുട്ടികൾ വളരെ പണ്ട് കാലം, അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു മിനിമം ഒരു സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 5 കുട്ടികളെങ്കിലും പോളിയോ ബാധിതരായി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പീഡിയാട്രിക്സ് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ബെനറ്റ് സൈലം പി ആണ്. ഈ വാക്സിനേഷന്റെ ആവശ്യകത വിശേഷിച്ച് കുട്ടികളിൽ അത് എത്രത്തോളമാണ്? അതായത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ പ്രതിരോധ ശേഷിയാണ്. നമുക്കിപ്പം നമ്മൾ എന്തിനാണ് ഒരു ഡിഫൻസ് ഫോഴ്സ് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കണം. നമ്മൾ ഡിഫൻസ് ഫോഴ്സ് നമ്മൾ വച്ചിരിക്കുന്നതിന്റെ കാര്യം ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ നമ്മുടെ സ്ഥലത്തോട്ട് ആധിപത്യം സ്ഥാപിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പരിസരത്തും നാച്ചുറലായിട്ടെന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. അത് ചിലപ്പോൾ മനുഷ്യരോട് തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സഹജീവികളായിട്ടുള്ള അണുക്കൾ നമ്മളോട് കാണിക്കുന്ന ഒരു അറ്റാക്ക് പോലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം. അതിന് പ്രധാനമായിട്ട് ഉദാഹരണങ്ങളാണ് നമുക്ക് വരുന്ന ന്യൂമോണിയ എന്നുള്ള രോഗം, തലച്ചോറിലുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് എന്നുള്ള രോഗം, നമുക്കുണ്ടാകുന്ന ട്യൂബർക്ലോസിസ് എന്നുള്ള രോഗം. ഇത്തരം പല രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന്, അതായത് അണുക്കൾ മൂലം മനുഷ്യന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഈ അണുക്കൾ ഉണ്ടാകുകയും ഈ അണുക്കൾ മൂലം നമ്മുടെ ജീവനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വാക്സിനേഷന്റെ പ്രാധാന്യം വരുന്നത്. ഇനി നമുക്കുള്ള പ്രതിരോധ ശേഷിയെ പറ്റി പറയാം. നമുക്ക് ഒന്ന് ഇന്നേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്, നമുക്ക് ജന്മനാ തന്നെ ഒരു പ്രതിരോധ ശേഷി ഉണ്ട്. ഇനി കൂടെ തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രതിരോധ ശേഷിയാണ് അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലിൽ, പ്രത്യേകിച്ചും ആദ്യത്തെ മുലപ്പാലിൽ കൊളസ്ട്രം എന്ന് പറയും, ആദ്യത്തെ 24 മണിക്കൂറിലെ പാല്, മഞ്ഞപ്പാലെന്നും പറയാറുണ്ട്. ഇതുവഴി കിട്ടുന്ന പ്രതിരോധ ശേഷികൾ. ഇനി ഇതൊരു കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുകയില്ല. ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 6 മാസമോ അല്ലെങ്കിൽ 9 മാസമോ ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ചും മുലപ്പാൽ കിട്ടുന്നിടത്തോളം കാലം മിക്കവാറും ഒരുമാതിരിപ്പെട്ട ഒരു രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഇല്ലെന്ന് വേണം പറയാനായിട്ട്. എന്നാൽ ഇതിന്റെ സ്റ്റേജ് കഴിയുന്ന സമയമാണ് 6 മാസത്തിന് ശേഷം എന്ന് പറയുന്നത്. അപ്പോഴാണ് പല രോഗങ്ങളും വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് പ്രതിരോധ നടപടി ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഫൻസിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പട്ടാള ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ നമ്മുടെ ശരീരത്തിനും അണുക്കൾ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ടുള്ള ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. ശക്തി പ്രാപിക്കണമെങ്കിൽ നമുക്ക് അറിയണം എന്തൊക്കെ അണുക്കളാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. അത് നിലവിലുള്ള പഠനങ്ങൾ അനുസരിച്ചിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിലെ പഠനങ്ങൾ അനുസരിച്ച് പല രോഗങ്ങൾക്കും നമുക്ക് മാരകമായിട്ട് ഉണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാമെന്നുള്ള രോഗമാണ് കോവിഡ് എന്നുള്ള രോഗം. അതിനു മുമ്പ് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന രോഗമാണ് ട്യൂബർക്ലോസിന്റെ രോഗം, അതായത് ക്ഷയരോഗം. പോളിയോ ബാധിച്ച കുട്ടികൾ വളരെ പണ്ട് കാലം, അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു മിനിമം ഒരു സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 5 കുട്ടികളെങ്കിലും പോളിയോ ബാധിതരായി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്കിപ്പോഴാണെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം കാണുന്നില്ല. കാരണം ഈ വാക്സിനേഷൻ തന്നെയാണ്. അപ്പോൾ പല രോഗങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു പ്രതിരോധ നടപടിയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അതിൽ 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെ, പിന്നെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, നമുക്ക് കിട്ടുന്ന ആർജിക്കുന്ന ഇമ്മ്യൂണിറ്റി. ഇനി വേറെ 2 വേർഡുകളാണ്, 2 വാക്കുകളാണ്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രതിരോധ ശേഷി നമുക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയും. അതായത് പ്രതിരോധ ശേഷി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയുള്ള ഘടകങ്ങളെ നമ്മൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നു, അല്ലെങ്കിൽ പൊക്കൻ രോഗം വന്നു. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ വളരെ സിവിയറായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ പെട്ടെന്നൊരു അസുഖം മാറണം, അത് മരുന്നിൽ തന്നെ മാറാൻ ശേഷിയില്ലാതെ വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേരിസെല്ലയുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അത് ആ അസുഖത്തിന് വേണ്ടി മാത്രമുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഇതിനെയാണ് പറയുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ചിക്കൻ പോക്സിന് തന്നെ ഒരു വാക്സിൻ കൊടുക്കുകയും
ഈ പറഞ്ഞ പ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ പ്രക്രിയയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വാക്സിനേഷൻ മൂലം നമുക്ക് കിട്ടുന്നത് ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ചെറിയ ഡോസിൽ അണുക്കളെ അത് കൊന്നിട്ടാകാം, അതിനെ പറയുന്നത് കിൽഡ് വാക്സിൻ എന്ന് പറയും, ചിലപ്പം ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ ആകാം, അതായത് ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതാണ് ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻസ് എന്ന് പറയുന്നത്. അണുക്കൾ തന്നെയാണ്, പക്ഷെ അവരുടെ പെത്തോജനിസിറ്റി അല്ലെങ്കിൽ അവർക്ക് അസുഖം ഉണ്ടാക്കുന്ന അവസ്ഥയെ നിർവീര്യമാക്കിയിട്ട് അത് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ലൈവ് അറ്റുനേറ്റഡ് വാക്സിന്റെ പ്രക്രിയയിൽ നടക്കുന്നത്. അങ്ങനെ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ചെറിയ ഡോസാണ്, സ്റ്റിമുലേഷനേ ആവുന്നുള്ളൂ, നമ്മുടെ ശരീരം തയ്യാറെടുക്കും. അതായത് ഇനി ഒരു വലിയ രോഗമായ ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പൊക്കൻ വരികയാണെങ്കിൽ എനിക്ക് പ്രതിരോധ ശേഷിക്കുള്ള സബ്സ്റ്റൻസ് എല്ലാം നമ്മുടെ ബോഡി തയ്യാറാക്കി വയ്ക്കും. അതിനെ പറയുന്നതാണ് ആന്റിബോഡീസ് എന്ന് പറയും. അങ്ങനെ തയ്യാറാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്, അത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻഡക്ട് ചെയ്യുന്നതാണ്. മറ്റേതാണെങ്കിൽ ചെറിയ ഡോസിലെ വാക്സിനേഷൻ കൊടുത്തിട്ട് നമ്മുടെ ബോഡി തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി ചിലപ്പോൾ ഇതല്ലാതെ നമുക്ക് കിട്ടാം. ഉദാഹരണം, ഒരു വീട്ടിലൊരു 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊരു ചിക്കൻ ബോക്സ് ഒരാൾക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതേ സിവിയറിറ്റിയിൽ തന്നെ വേറൊരാൾക്കും വരും. ഇനി ഈ 5 പേർക്ക് മുമ്പൊന്നും അസുഖം വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവസാനം വരുന്ന വ്യക്തിക്ക് വളരെ 1-2 ലീഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനേഷന്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ആദ്യം കിട്ടിയ ആൾക്കാർക്ക് അതിന്റെ കഠിനത കൂടുതലായിരിക്കുകയും ഏറ്റവും അവസാനം കിട്ടുന്ന ആള് ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറുകയും വളരെ 1-2 ലീഷൻസ് വന്ന് സുഖം പ്രാപിക്കുന്ന അവസ്ഥയിലോട്ട് എത്തും. അതായത് വാക്സിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് അസുഖം നമുക്ക് കിട്ടിയും ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷൻ കൊടുത്തും ഉണ്ടാകാം. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.